പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല കൊള്ളക്കേസിൽ ശ്രീമൻ എ പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അംഗമായിരുന്ന ശ്രീമൻ കെ.പി. ശങ്കരദാസ്, ആ ശങ്കരദാസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശങ്കരദാസ് യഥാർത്ഥത്തിൽ പത്മകുമാറിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു. കാരണം പത്മകുമാർ എടുത്ത വിവാദപരമായിട്ടുള്ള സ്വർണം ചെമ്പാക്കിയ ഉത്തരവ് പുറപ്പെടുവിച്ച ബോർഡ് യോഗത്തിൽ പത്മകുമാറിനോടൊപ്പം ഇരുന്ന മെമ്പറാണ് കെ.പി. ശങ്കരദാസ്. വേറൊരു മെമ്പറായിട്ടുള്ള വിജയകുമാറും ഉണ്ടായി. പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും പ്രത്യേക അന്വേഷണ സംഘം കെ.പി. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പോട്ടെ, പ്രതി പോലും ആക്കുന്നില്ല. അവസാനം കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെ വിധിന്യായത്തെ തുറന്നിട്ടാണ് ശങ്കരദാസിനെയും വിജയകുമാറിനെയും പ്രതികൾ പോലും ആക്കുന്നത്. പ്രതിയായിട്ട് പോലും ഏതാണ്ട് ഡിസംബർ 29 മറ്റാണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. കാരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യണം. കാരണം പത്മകുമാറിന് ക്രിമിനൽ കൾപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അത്രയും കൾപ്പബിലിറ്റി ആ യോഗത്തിൽ പങ്കെടുത്ത് ഒപ്പിട്ടിട്ടുള്ള ശങ്കരദാസിനും ഉണ്ടെന്നുള്ള വ്യക്തമല്ലേ, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ച് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഉത്തരവിറക്കിയപ്പോൾ ആ ഉത്തരവിലെ പരാമർശങ്ങൾ റദ്ദാക്കാൻ ശ്രീമൻ കെ.പി. ശങ്കരദാസ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അടുത്ത് ചവിട്ടൂട്ടെ കളഞ്ഞു. ദൈവത്തിനെ പോലും വെറുതെ വിടില്ല എന്ന് ചോദിച്ചുകൊണ്ട് അതെടുത്ത് ചവിട്ടൂട്ടെ. ഏറ്റവും രസകരമായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, താൻ പ്രതിയാവുന്നത് വരെയും തൻ്റെ മേലൊരു അറസ്റ്റ് സാധ്യത ഉണ്ടാവുന്നത് വരെയും ശ്രീമൻ കെ.പി. ശങ്കരദാസ് പൂർണ്ണ ആരോഗ്യവാൻ. എന്നാൽ തനിക്കെതിരെ താൻ പ്രതിയാവുന്നതും താൻ അറസ്റ്റ് ചെയ്യുന്നതൊക്കെ വന്നതോടുകൂടി പൊടുന്നനെ ആയുരാരോഗ്യത്തോടുകൂടി പൊതുരംഗത്ത് പ്രവർത്തിച്ചിരുന്ന കെ.പി. ശങ്കരദാസ് രോഗാതുരനാവുന്നു. ഇപ്പോൾ കെ.പി. ശങ്കരദാസിൻ്റെ ഒരു പ്രധാന കാര്യം കൂടെ കെ.പി. ശങ്കരദാസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള ഒരു DIG ആണ് എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കണം. 2019 സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിഷയം വന്നപ്പോൾ സ്ത്രീകളെ അവിടെ വേഷപ്രദന്റരായി ശബരിമലയിൽ കയറ്റാൻ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളായിരുന്നു ഹരിശങ്കർ. ഹരിശങ്കറിൻ്റെ അച്ഛനും കൂടിയാണ് കെ.പി. ശങ്കരദാസ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ഹരിശങ്കറിൻ്റെ ഭാര്യ കേരളത്തിലൊരു വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ കിളിമാനൂർ ചന്ദ്രബാബു, അദ്ദേഹത്തിൻ്റെ മരുമകനാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ കിളിമാനൂർ ചന്ദ്രബാബുവിൻ്റെ മരുമകൻ്റെ അച്ഛനും കൂടിയാണ് കെ.പി. ശങ്കരദാസ്. അതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. എന്തായാലും കെ.പി. ശങ്കരദാസ് അറസ്റ്റ് ചെയ്യപ്പെടും, ജയിലിൽ പോകാൻ സാധ്യതയുണ്ടെന്നൊന്നുകൂടി രോഗാതുരനാവുകയാണ്. രോഗാതുരനായിട്ടുള്ള അദ്ദേഹം തിരുവനന്തപുരത്ത് SP ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നു. ആ ആശുപത്രി നമ്മൾ നേരത്തെയും കേട്ടിട്ടുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായിരുന്ന M. ശിവശങ്കരൻ ഇടയ്ക്കൊന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു. ആ വിഷയം വന്നപ്പോൾ അതും SP ഫോർട്ട് ആശുപത്രി ആയിരുന്നു എന്ന് നമ്മൾ ഓർത്തോളണം. എന്തായാലും SP ഫോർട്ട് ആശുപത്രിയിൽ അദ്ദേഹം പ്രവേശിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ വന്ന സമയത്ത് അദ്ദേഹം ഏതാണ്ട് ഇപ്പോൾ മരിക്കുമെന്ന് തോന്നത്തക്ക തരത്തിൽ കിടക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ കോടതിയിൽ സമർപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടാണ്. അത് കണ്ടു കഴിഞ്ഞാൽ കെ.പി. ശങ്കരദാസ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അന്ത്യശ്വാസം വഹിക്കും എന്ന് നമുക്ക് തോന്നും. അത്രയ്ക്ക് ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരു ഫോട്ടോയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അതൊക്കെ വെച്ച് അവിടെ വാദം നടന്നെങ്കിലും ജസ്റ്റിസ് എ ബദറുദ്ദീൻ, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലെ ജസ്റ്റിസ് എ ബദറുദ്ദീന് അതിലത്ര വിശ്വാസം തോന്നിയില്ല. അദ്ദേഹം അതിനു മുമ്പ് തന്നെ ചോദിച്ചു, എന്താണ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത്? ഇയാൾക്ക് എന്താണ് രോഗം? ഇയാളുടെ മകൻ ഒരു SP ആണ് എന്ന് കേൾക്കുന്നു. SP എന്നാണ് അദ്ദേഹം ധരിച്ചത്. അതുകൊണ്ടാണോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ച് രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ ആ കേസിൽ വാദം നടക്കുമ്പോഴത്തേക്കും അദ്ദേഹം പറയുകയുണ്ടായി. ഏറ്റവും ഞെട്ടിക്കുന്നൊരു വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രത്യേക അന്വേഷണ സംഘം ആശുപത്രിയിൽ ചെന്നിട്ട് അവർ പറഞ്ഞു ഇയാളെന്തോ വളരെ ഗുരുതരമായ രോഗബാധിതനായി കിടക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാതെ തിരിച്ചുപോയി. പക്ഷേ ജസ്റ്റിസ് ബദറുദ്ദീൻ
അതിശക്തമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ഈ SP ഫോർട്ട് ആശുപത്രിയിൽ ചെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. കാരണം അറസ്റ്റ് രേഖപ്പെടുത്താൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ബദറുദ്ദീൻ്റെ പരാമർശങ്ങൾ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചു. എന്തായാലും ജസ്റ്റിസ് ബദറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ അതിരൂക്ഷമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇയാൾ പ്രതി ചേർക്കുന്നതിന് വരെ ഇയാൾക്ക് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല. ഇയാൾ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. എന്താണ് അയാളുടെ രോഗ അസുഖം എന്നറിയത്തില്ല. യഥാർത്ഥത്തിൽ ഇയാൾ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് തന്നെ ഇയാളെ പ്രതിയാക്കിയപ്പോൾ തന്നെ ചെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ ആശുപത്രിയിൽ നിന്നുള്ള അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്നും പ്രത്യേക അന്വേഷണ സംഘത്തോട് ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചു. അപ്പം പ്രത്യേക അന്വേഷണ സംഘവും കുറ്റക്കാരാണ് എന്ന് ബദറുദ്ദീൻ പറഞ്ഞു വെച്ചു. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? ജസ്റ്റിസ് ബദറുദ്ദീൻ തന്റെ വിധിന്യായത്തിൽ പറഞ്ഞു ഇയാളുടെ അസുഖം എന്താണെന്നറിയില്ല. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ വിദഗ്ധന്മാരടങ്ങുന്ന ഒരു എക്സ്പെർട്ട് ടീമിനെ ഇയാളുടെ അസുഖം എന്താണ് എന്നുള്ളത് പരിശോധിച്ച് 27, അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം റിപ്പോർട്ട് സമർപ്പിക്കണം കോടതിക്ക് എന്ന് അദ്ദേഹത്തിൻ്റെ വിധിന്യായത്തിൽ എഴുതി വെച്ചു. അതോടെ ഈ കാര്യങ്ങളങ്ങ് ആകെ മാറി. ഡോക്ടർമാർ ഇയാളെ പരിശോധിച്ചപ്പോൾ ഇയാൾക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് നേരെ ജയിലിലേക്ക് കൊണ്ടുപോയി. ആലോചിച്ച് നോക്ക്. ജസ്റ്റിസ് ബദറുദ്ദീൻ ശക്തമായിട്ടുള്ള വിധിന്യായമായിട്ട് രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ അയാൾ ആശുപത്രിയിൽ കിടന്ന് രക്ഷപ്പെട്ടു പോകില്ലായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. ജയിലിലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ കിടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇതിൽ നിന്ന് പുറത്തു വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ? പ്രധാനപ്പെട്ട വിഷയം SP ഫോർട്ട് ആശുപത്രി എന്ന് പറഞ്ഞ ആശുപത്രി, അവിടുത്തെ ഡോക്ടർമാർ അവരെല്ലാം ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൽ ഇടപെടുകയാണ് ചെയ്തത്. നീതി നിർവഹണത്തിൽ ഇടപെട്ടു എന്നല്ലേ അത് കാണിക്കുന്നത്. അത് ഒരു രോഗവുമില്ലാത്ത ശങ്കരദാസിന് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് കൃത്രിമമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കി അയാളെ കൃത്രിമമായി ഒരു IC ഉണ്ടാക്കി അവിടെ പാർപ്പിച്ച SP ഫോർട്ടിലെ ഡോക്ടർമാരും അതിൻ്റെ മാനേജ്മെൻറ്റും കോടതി ലക്ഷ്യം കാണിച്ചിരിക്കുമല്ലേ. അവർ ഇയാളെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൃത്രിമമായി രേഖ ഉണ്ടായതുകൊണ്ടല്ലേ പിന്നെ KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? ഒരു കേസിലെ പ്രതിയെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി SP ഫോർട്ട് ആശുപത്രി കൃത്രിമമായി അയാൾക്ക് രോഗമുണ്ട് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് തെളിയുന്നത്. കാരണം മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് നോക്കിയപ്പോൾ അയാൾക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആശുപത്രിയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. M ശിവശങ്കരനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കയറ്റിയതും ഇതേ ആശുപത്രി തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ ആശുപത്രിക്കെതിരെ കോടതിയലക്ഷ്യ കേസെടുക്കണ്ടേ? സ്വമേധയാ കോടതിയലക്ഷ്യ കേസെടുക്കണ്ടേ? യഥാർത്ഥത്തിൽ ഈ ആശുപത്രിക്കെതിരെ അവിടുത്തെ ഡോക്ടർമാർക്കെതിരെയും പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കണ്ടേ? കാരണം അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിൽ ക്രിമിനൽ ജസ്റ്റിസിൽ ഇടപെട്ടിരിക്കുകയല്ലേ അവർ. ക്രിമിനൽ കണ്ടംപ്റ്റ് അല്ലേ അവർ കാണിച്ചിരിക്കുന്നത്. അവർ കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയില്ലേ. അതുകൊണ്ട് കോടതി സുവമോട്ടോ കേസെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഈ SP ഫോർട്ട് ആശുപത്രിക്കെതിരെ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് SP ഫോർട്ട് ആശുപത്രിക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ KP ശങ്കരദാസിൻ്റെ പേരിൽ കൃത്രിമമായിട്ടുള്ള രേഖകൾ ഉണ്ടാക്കിയതിന് SP ഫോർട്ട് മാനേജ്മെൻറ്റിനെതിരായും അവിടുത്തെ ഡോക്ടർമാർക്കെതിരായും കേസെടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കണം. ഇതൊരു ക്രിമിനൽ കണ്ടംപ്റ്റായി സുവമോട്ടോ കണക്കാക്കണം എന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോട് എനിക്ക് പറയാനുള്ളത്.